തിരുവനന്തപുരം കരിക്കമുഖം സ്വദേശിനി ശിവപ്രിയയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. ആർഡിയുടെ നേതൃത്വത്തിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. ഈ സംഭവം സംബന്ധിച്ച് SITയിൽ ചികിത്സയിലിരിക്കെയാണ് ശിവപ്രിയ മരിച്ചത്. അപ്പോൾ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ അനാസ്ഥയുണ്ടായി എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കുടുംബം ഉന്നയിച്ച ആരോപണത്തിനെതിരെ അവരുടെ പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. മാനസ മനോജ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. മാനസ, അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? പ്രത്യേകിച്ച് കുടുംബം ഒന്നടങ്കം പറയുന്നത് ആശുപത്രിയുടെ അധികൃതരുടെ ഭാഗത്തുണ്ടായ വീഴ്ച എന്നാണ്. പക്ഷേ SITയിൽ കൃത്യമായ ചികിത്സ അവർക്ക് ലഭിച്ചിരുന്നു എന്നാണ് ഇന്നലെ ആശുപത്രി സൂപ്രണ്ടൊക്കെ പറയുന്നത്. അന്വേഷണം ഏത് രീതിയിലാണ്? തീർച്ചയായും അതുതന്നെയാണ് വിനിഷ. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. SIT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് യുവതി മരിച്ചത് എന്ന ആരോപണവും അതോടൊപ്പം തന്നെ പരാതിയുമാണ് ഉയർന്നു വന്നത്. കുടുംബത്തിൻ്റെ പരാതി ഇങ്ങനെയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടിയായാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അതിന് പിന്നാലെ ഈ SIT ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നു. അതായത് മതിയായ ചികിത്സയൊക്കെയും തന്നെ നൽകിയിരുന്നു. അതിനുശേഷം ഡിസ്ചാർജ് ചെയ്ത പിന്നാലെയാണ് ദേഹാസ്വാസ്ഥ്യം കാണിച്ച വീണ്ടും ആശുപത്രിയെ സമീപിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതായത് കഴിഞ്ഞ മാസം അതായത് ഒക്ടോബർ 19-നാണ് യുവതി ഈ ചികിത്സയുമായി, അതായത് ശിശുവിന് ചലനമില്ല എന്ന് കാണിച്ച് ആശുപത്രിയെ സമീപിക്കുന്നത്. മറ്റൊരു ആശുപത്രിയിൽ നിന്നും SITയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. പിന്നാലെ 37 ദിവസം വളർച്ച പൂർത്തിയാക്കിയ ശിശുവിൻ്റെ പ്രസവം നടക്കുകയായിരുന്നു. യുവതി പ്രസവിച്ചത് 22-നാണ് എന്നതാണ് ഈ ആശുപത്രി അധികൃതരുടെ അറിയിപ്പ് പ്രകാരം മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ 24-ന് ഡിസ്ചാർജ് ചെയ്ത് തിരികെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പിന്നാലെ 26-ാം തീയതിയാണ് ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യമുണ്ടെന്ന് കാണിച്ച SIT ആശുപത്രിയിലേക്ക് വീണ്ടും യുവതി ചികിത്സയിലേക്ക് വരുന്നത്. പിന്നാലെയാണ് മരണം സംഭവിക്കുന്നത് എന്നതും ആശുപത്രിയിൽ നിന്നും അറിയിച്ചു. ഇതിൽ മതിയായ ചികിത്സ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ ഉന്നയിക്കുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്നതാണ് കുടുംബത്തിൻ്റെ ആരോപണം. മതിയായ ചികിത്സ ലഭ്യമായിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ പ്രസവശേഷമാണ് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെയും തന്നെ അനുഭവപ്പെട്ടത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് ഇതിൽ കൃത്യമായ നടപടി സ്വീകരിച്ചത്. മന്ത്രി വീണ ജോർജും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് യുവതിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുന്നുണ്ട്. അത് RDOയുടെ നേതൃത്വത്തിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക. ശേഷമാണ് ഈ മൃതദേഹം കുടുംബത്തിന് വിട്ടുകൊടുക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു കാര്യം നടക്കുമ്പോൾ അതിനിടയിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധങ്ങളൊക്കെയും തന്നെ ആശുപത്രിയിലേക്ക് ഉണ്ടായിരുന്നു. ഇത് തീർച്ചയായും രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതിഷേധമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ സംഭവത്തെ തുടർന്ന് BJPയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി ആശുപത്രിയിലേക്ക് എത്തിയിരുന്നത് രോഗികൾക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഈ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നടത്തരുത് എന്നതടക്കമുള്ള കാര്യങ്ങളും CPMന്റെ ജില്ലാ സെക്രട്ടറി B. ജോയി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു കാര്യം നടക്കുമ്പോൾ അത് രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. വിരിശ. ശരി, ഏതായാലും SIT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ യുവതി മരിച്ചു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ട് പ്രത്യേക അന്വേഷണം നടക്കുകയാണ്. എന്നാൽ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല, അത്തരത്തിലൊരു വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അത് കൃത്യമായി യുവതിയെ ഹോസ്പിറ്റലിൽ എത്തിച്ച ഡേറ്റും ഹോസ്പിറ്റലിൽ പ്രസവത്തെ തുടർന്ന് ഡിസ്ചാർജായി പോയ ഡേറ്റും അതിനുശേഷമാണ് വീണ്ടും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് യുവതി ചികിത്സ വീണ്ടും എത്തുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ആശുപത്രി അധികൃതർ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നത്.